അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി അതിജീവിത അധിക്ഷേപിച്ചു എന്ന പേരിൽ ഇപ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏകദേശം 32ഓളം കേസുകൾ. നിരവധി പേരെ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ അവരൊക്കെ അതിജീവിതയുടെ ഫോട്ടോ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. രാഹുൽ ഈശ്വർ അതിജീവിതയുടെ ഫോട്ടോ ഒരു സമൂഹ മാധ്യമ ഇടങ്ങളിലും ഷെയർ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. സന്ദീപ് വാര്യറുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, അതിനെ തുടർന്നാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലാകുന്നത്. കോടതിയിലടക്കം രാഹുൽ ഈശ്വർ നിരത്തിയ തന്റെ ന്യായവാദങ്ങൾ പലപ്പോഴും ഇത് ജഡ്ജിക്ക് എതിരാണോ എന്ന് പോലും തോന്നി കോടതി മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നവർക്ക്. അവിടെയാണ് രാഹുലിനെ പിഴച്ചതെന്ന് ചിലർ പറയുന്നു. എന്നാൽ രാഹുലിനെ എങ്ങനെ അറസ്റ്റ് ചെയ്ത് പേടിപ്പിക്കണോ എന്ന് ചോദിക്കുന്ന ജനം ഏറെയാണ്. അവർക്ക് മുന്നിൽ കൃത്യമായി ഉത്തരം കൊടുക്കാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല. തങ്ങളെ അമിതമായി വിമർശിക്കുന്നവരെ, തങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് കള്ളക്കേസിൽ കുരുക്കി ജയിലിൽ അടയ്ക്കാനുള്ള വിരുദ്ധ പലപ്പോഴും ഭരണകൂടം കാണിക്കാറുമുണ്ട്, പ്രകടിപ്പിക്കാറുമുണ്ട്. കോടതിക്ക് മുന്നിൽ ഒരു ജാമ്യാപേക്ഷ എത്തുമ്പോൾ കോടതിക്ക് വളരെ കുറച്ച് സമയം മാത്രമേ പ്രതിവാദത്തിനായി നീക്കിവെക്കാൻ കഴിയൂ. അതും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്ന ഒരു പ്രതിയെ പെട്ടെന്ന് കൊണ്ടുവരുമ്പോൾ എല്ലാത്തിനും പരിമിതിയുണ്ട്. ഇവിടെയും സംഭവിച്ചത് അതാണ്. രാഹുലിന്റെ കുറേയേറെ വീഡിയോ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ കൃത്യമായി അവയെ നിഷേധിക്കാൻ രാഹുലിന്റെ അഭിഭാഷകൻ അവിടെ കഴിയാതെ വരുന്നു. അവിടെയാണ് കോടതി പെട്ടെന്ന് തന്നെ ശിക്ഷ വിധിക്കുന്നത്.